അപ്പോൾ ഈ ഒരു യൂസ് ഓഫ് ബോറസിൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു ഗ്രോ. പ്രിക്കേഴ്സർ PRECURSOR ടു ഗ്രോ ബോറോൺ നൈട്രൈഡ് തിൻ ഫിലിംസ് ഓൺ ദ സർഫസ്. ഓക്കെ, ഏതെങ്കിലും ഒരു റോഡിയം പോലുള്ള സർഫസസിൻ്റെ മുകളിൽ ബോറോൺ നൈട്രൈഡിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കേഴ്സറാണ് ബോറസിൻ. അതേപോലെ തന്നെ സെക്കൻഡ് യൂസസ് എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ബോറസിൻ ഡെറിവേറ്റീവ്സ്. ഓർഗാനിക് ബോറസിൻ ഡെറിവേറ്റീവിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് ഈ ബോറസിൻ ഡെറിവേറ്റീവിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ന്യൂട്രോൺ ഡിറ്റക്ഷൻ യൂസ് ചെയ്യും, ഗ്യാസോലിൻ അഡിക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യും, കാറ്റലിസ്റ്റ് ഫോർ പോളിമറൈസേഷൻ ഓഫ് ആൽക്കീൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസസിന് വേണ്ടിയിട്ടുള്ള ഓർഗാനിക് ബോറസിൻ ഡെറിവേറ്റീവിൻ്റെ പ്രിപ്പറേഷന് ബോറസിൻ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ബോറസിൻ. നന്നായിട്ട് പഠിക്കുക, അത് ചോദിക്കാറുണ്ട്. അടുത്തത് ബോറിക് ആസിഡാണ്, H3BO3 ഓർ BOH ത്രൈസ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബോറസിൻ എന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു പ്രിപ്പറേഷനും കൂടെ നമുക്ക് പറയാം. അതായത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് BF3 അല്ലേ. ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ ഹൈഡ്രോലൈസ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ബോറിക് ആസിഡ് കിട്ടുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4BF3 plus 3H2O gives HBF4. ഓർമ്മയുണ്ടോ? എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഹാലൈറ്റ്സിൻ്റെ റിയാക്ഷനിൽ പറഞ്ഞിരുന്നു BOH ത്രൈസ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ബോറിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വണ്ണ് അസിഡിക് നേച്ചറാണ്. അസിഡിക് നേച്ചർ. അപ്പം നമുക്കറിയാം ബോറിക് ആസിഡ് BOH ത്രൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബേസാന്നൊക്കെ തോന്നും, പക്ഷേ നമുക്കറിയാം BOH ത്രൈസ് അതായത് ബോറോണിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഇത് എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതൊരു ലൂയിസ് ആസിഡാണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. പ്രോട്ടോണിക് ആസിഡ് അല്ല, ബട്ട് ആക്ട് ആസ് എൻ ലൂയിസ് ആസിഡ്. ഓക്കെ, മോണോബേസിക് ആസിഡ്, വീക്ക് മോണോബേസിക് ആസിഡാണെന്ന് പറയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ H2O ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BOH4 ടൈംസ് മൈനസ് പ്ലസ് H3O+ ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രോങ് ആൽക്കലി, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ് തന്നെയാണ് സ്ട്രോങ് ആൽക്കലി ആയിട്ട് ബോറിക് ആസിഡ് റിയാക്ട് ചെയ്യുക. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ബോറേറ്റ് കിട്ടും. NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആൽക്കലിയാണ്. അതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം മെറ്റാബോറേറ്റ് NaBO2 എന്നുള്ള പ്രോഡക്റ്റാണ് കിട്ടുക. ഇനി അടുത്തത് ആക്ഷൻ ഓഫ് ഹീറ്റാണ്. ആക്ഷൻ ഓഫ് ഹീറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ, ഹീറ്റായിട്ടുള്ള റിയാക്ഷനാണ്. നമ്മളെ ബോറിക് ആസിഡിന് രസകരമായിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ. ബോറിക് ആസിഡിനെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് മെറ്റാബോറിക് ആസിഡാണ്, HbO2. അതിൻ്റെ കൂടെ വാട്ടറും ഫോം ചെയ്യും. ഈ മെറ്റാബോറേറ്റിന് HbO2ന് നമ്മൾ വീണ്ടും 140 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് H2B4O7 ടെട്രാബോറിക് ആസിഡ്. അതിൻ്റെ കൂടെ എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. ഈ ടെട്രാബോറിക് ആസിഡിനെ H2B4O7 നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഏകദേശം റെഡ് ഹീറ്റ് എന്ന് പറയും. റെഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഗ്ലാസി മാസാണ് B2O3 ബോറിക് ഓക്സൈഡ്. അതിൻ്റെ കൂടെ വാട്ടർ ഫോം ചെയ്യും, ഗ്ലാസി മാക്സ്. അതായത് വാട്ടർ കംപ്ലീറ്റ് പോയിട്ട് ബോറോൺ ഓക്സൈഡ് ട്രയോക്സൈഡ് B2O3 എന്ന് പറയുന്നത് ബോറോൺ ട്രയോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ഷൻ ഓഫ് ഹീറ്റ്. അടുത്തത് റിയാക്ഷൻ വിത്ത് എത്തനോളാണ്. എത്തനോൾ. ഓക്കെ, അതായത് ബോറിക് ആസിഡ് H3BO3 നമ്മൾ എത്തനോളായിട്ട് റിയാക്ട് ചെയ്യുക. 3 മോളിക്യൂള് എത്തനോൾ C2H5OH ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് C2H5 ത്രൈസ് BO3 ആണ്.
ഒരു എസ്റ്ററാണ് കേട്ടോ. ട്രൈ ഈഥൈൽ ബോറൈറ്റ് എന്നുള്ളൊരു എസ്റ്ററാണ് ഫോം ചെയ്യുക. വോളറ്റൈലായിട്ടുള്ള എസ്റ്ററാണ്. അതിൻ്റെ വേപ്പേഴ്സ് ബേൺ ചെയ്യുന്നത് ഒരു ഗ്രീൻ എഡ്ജഡ് ഫ്ലെയിംസാണ്. ഓക്കെ, ഗ്രീൻ എഡ്ജഡ് ഫ്ലെയിംസ്, അതായത് ഗ്രീൻ കളറായിട്ടാണ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ഷൻ വിത്ത് എത്തനോള്. ലാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ വിത്ത് കാൽഷ്യം ഫ്ലൂറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്, H2SO4. കാൽഷ്യം ഫ്ലൂറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതായത് നമ്മൾ ബോറിക് ആസിഡിന് H3BO3യെ കാൽഷ്യം ഫ്ലൂറൈഡും, ഇക്വേഷൻ ബാലൻസ് ചെയ്താണ് എഴുതുന്നത്, കാൽഷ്യം ഫ്ലൂറൈഡ് അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് BF3 ആണ്. 2 മോളിക്യൂള് ബോറോൺ ട്രൈഫ്ലൂറൈഡ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ കാൽഷ്യം സൾഫേറ്റ് കിട്ടും, അതേപോലെ വാട്ടർ കിട്ടും. ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3 നമുക്കിങ്ങനെ എന്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, ബോറിക് ആസിഡ് നിന്ന്. അതിന് കാൽഷ്യം ഫ്ലൂറൈഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ബോറിക് ആസിഡാണ്. ഓക്കെ, അതിൽ ഈ ബോറിക് ആസിഡിൽ നമ്മൾ BO3 H3BO3, അപ്പോൾ BO3 3- ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചറിലെ ബേസിക് യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ BO3 3- ആണ്. അപ്പോൾ ഇതിൽ ബോറോണ് sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതേപോലെ തന്നെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാഗണൽ പ്ലാനാറാണ്. ഓക്കെ, ട്രയാഗണൽ പ്ലാനാറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോറോണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ എസ്സിൽ അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. sp3 അല്ല, sp2 ഹൈബ്രിഡൈസേഷനാണ്. sp2 ഹൈബ്രിഡൈസേഷൻ നടന്നിട്ട് 3 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. പിന്നെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിനെയാണ് നമ്മൾ ട്രയാഗണൽ പ്ലാനാർ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, 3 ഓക്സിജൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യും. എന്നിട്ട് ഓരോ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യും. അങ്ങനെയാണ് ബോറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ആ ബോണ്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈഡ്രജൻ ബോണ്ട് പോലത്തെ ബോണ്ടിങ് ആണ്. അപ്പം നോർമലി നമുക്ക് പറയാം ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ, ഇവിടെ N അല്ല കേട്ടോ, H ആണ്. ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കണ്ടോ, ബോറോണ് അത് ട്രയാഗണലി 3 ഓക്സിജൻ ആറ്റായിട്ട് ബോണ്ട് ചെയ്യും. ഇപ്പോൾ ഈ മിഡിലാണ് പറയുന്നത് 3 ഓക്സിജൻ ആറ്റായിട്ട് ബോണ്ട് ചെയ്യും. ആ 3 ഓക്സിജൻ ആറ്റ് ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്യും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, പിന്നെ അതെന്ത് ചെയ്യുന്നു, അടുത്ത ബോറിക് ആസിഡിലെ ഒരു ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോറിക് ആസിഡിൻ്റെ ലിങ്ക് വരുന്നത്. അപ്പോൾ ഒരു ലെയർ സ്ട്രക്ചറാണ് ബോറിക് ആസിഡിന് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. ഇനി അടുത്തത് അതിൻ്റെ യൂസസ് ആണ്. ബോറിക് ആസിഡിൻ്റെ യൂസസ് കുറേ യൂസസ് ഉണ്ട്. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും, ആൻറ്റി ഫംഗൽ ഏജൻറ്റ്, സ്കിൻ ക്രീംസിലൊക്കെ ആൻറ്റി ഫംഗൽ ഏജൻ്റായിട്ട് യൂസ് ചെയ്യും, പൗഡറിൽ ലോഷനിലൊക്കെ. അതേപോലെ തന്നെ ഐ ഇയർ ലോഷനിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. യൂസ്ഡ് ആസ് എ ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഈ കോക്രോച്ചിനെ ആൻസിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ക്ലീൻസറായിട്ട് യൂസ് ചെയ്യും. സ്റ്റെയിൻ റിമൂവർ, അതേപോലെ ഡിയോഡറൈസർ ഇൻ ലോണ്ട്രിയിൽ ഡിയോഡറൈസറായിട്ട് യൂസ് ചെയ്യും. പിന്നെ കോസ്മെറ്റിക്സിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ബോറിക് ആസിഡ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഗ്ലാസ് വൂള്, ഫൈബർ ഗ്ലാസ്, മൈക്രോ വേവബിൾ ഡിഷസ്, അതിൻ്റെ ഒക്കെ പ്രിപ്പറേഷന്, മാനുഫാക്ചറിന്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസസിൻ്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് ആയിട്ട് യൂസ് ചെയ്യും. മാനുഫാക്ചർ ഓഫ് ഫർണിച്ചർ, ഇൻസുലേഷൻ, ഇതിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിൽ ഫ്ലെയിം റിട്ടാർഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ന്യൂട്രോൺ അബ്സോർബറായിട്ട് യൂസ് ചെയ്യും. അത് ഈ ഏകദേശം ഒരു 10 യൂസസ് പറയുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കോമ്പൗണ്ടാണ് ബോറോൺ നൈട്രൈഡ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇനി ഒരു 2 പ്രിപ്പറേഷനും കൂടെ പറയാം. അതിൽ ഫസ്റ്റ് വണ്ണ്
ബോറോൺ നൈട്രൈഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡൈബൊറൈനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. ഡൈബൊറൈൻ B2H6 എക്സസ് എടുക്കണേ N മോള് എക്സസ് ഓഫ് അമോണിയൽ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഇക്വേഷനാണ് കേട്ടോ. ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റാണ് ബോറോൺ നൈട്രൈഡ്. ഓക്കെ, അനദർ മെത്തേഡ് നമ്മളിപ്പോൾ കണ്ട് ബോറിക് ഓക്സൈഡ് B2O3 ഇത് കണ്ടിട്ടില്ല കേട്ടോ. B2O3 നമ്മൾ അമോണിയായിട്ട് റിയാക്ട് ചെയ്യുക ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, 1000 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബോറോൺ നൈട്രൈഡ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രിപ്പറേഷന് പഠിക്കുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ നൈട്രൈഡ്, അതേപോലെ യൂസസ് ഓഫ് ബോറോൺ നൈട്രൈഡ് നോക്കാം. യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ്. യൂസസ് ആൻഡ് ചില ടൈമിൽ എഴുതില്ല. ഓക്കെ, യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡാണ്, വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്, വെരി സ്റ്റേബിളാണ്, ഒരു അൺറിയാക്റ്റീവ് സബ്സ്റ്റാൻസസ് ആണ്. പിന്നെ അതിൻ്റെ തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി വെരി ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സിറാമിക്സിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ബോറോൺ നൈട്രൈഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡും ഉണ്ട്, ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്യൂബിക് ബോറോൺ നൈട്രൈഡ്, ഇത് സെക്കൻഡ് ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്. ഡയമണ്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് മെഷീൻ കട്ടിംഗ് ടൂൾസിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയും കെമിക്കൽ ഇനർട്ട്നെസ്സും ഹൈ ആണ്. അതുകൊണ്ട് നമുക്ക് ക്രൂസിബിൾസിൻ്റെ മേക്കിങ്ങിന്, റിയാക്ഷൻ വെസൽസിൻ്റെ മേക്കിങ്ങിന്, അതേപോലെ വിയർ റെസിസ്റ്റൻ്റ് കോട്ടിങ്സ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് യൂസ് ചെയ്യും. അതേപോലെ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് അതൊരു എക്സലൻ്റ് ലൂബ്രിക്കൻ്റാണ്. ഓക്കെ, ഹെക്സഗണൽ. ക്യൂബിക്ക് നമ്മൾ പറഞ്ഞ ഹാർഡസ്റ്റ് ആണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് ഈസ് എൻ എക്സലൻ്റ് ലൂബ്രിക്കൻ്റ്. ഓക്കെ, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ലൂബ്രിക്കൻ്റ്. പിന്നെ അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് പെയിൻസിൽ യൂസ് ചെയ്യും. പിന്നെ സ്പെഷ്യൽ റെസിസ്റ്റേഴ്സ് ഫോർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും. ഇനി നമുക്ക് നോക്കാം ഈ രണ്ടെണ്ണത്തിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റ് അതിൽ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇത് വരയ്ക്കാനൊന്നും വരില്ല. ഓക്കെ, ലെയേർഡ് സ്ട്രക്ചറാണ്. ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചറിന് സിമിലറാണ് ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതിൽ ഹെക്സഗണൽ ആയിട്ട് നമ്മൾ ബോറോണിൻ നൈട്രജൻ ആറ്റത്തിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രോങ് കൊവാലൻ്റ് ബോണ്ടാണ്. BN ബോണ്ട് ലെങ്ത് തന്നിട്ടുണ്ട് 145 പൈക്കോമീറ്റർ ആണ്. അതേപോലെ തന്നെ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 333 ആണ്, 333 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇതെന്തല്ല, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഒന്നുമല്ല. ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡിനെ നമ്മൾ H ഇട്ടിട്ട് പിന്നെ BN എന്നാണ് എഴുതുക കേട്ടോ, HBN. ഇനി അടുത്തത് ഇത് എന്ന് പറയുന്നത് ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ആണ്. അതിനെ നമ്മൾ സ്മോൾ c ഇട്ടിട്ട് BN എഴുതും. ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. ഓരോ ബോറോൺ ആറ്റം ടെട്രാഹെഡ്രലി സറൗണ്ടഡ് ബൈ 4 നൈട്രജൻ ആറ്റം. ഒരു ബോറോൺ ആറ്റത്തിൻ്റെ ചുറ്റും ടെട്രാഹെഡ്രലി 4 നൈട്രജൻ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഡാർക്ക് ഡോട്ട് നൈട്രജനും മറ്റത് ബോറോണാണ്. ഓക്കെ, പിന്നെ BN ബോണ്ട് ലെങ്ത്ത് 155 ആണ്, വെരി ക്ലോസ് ടു CC ബോണ്ട് ലെങ്ത് ആണ്. അപ്പോൾ ഇനി ഇതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അലൂമിനിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ. അലൂമിനിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഡയഗണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
അപ്പോൾ ഇതാണ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ. ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. Al2Cl6, അതായത് ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസിൽ വേപ്പർ ഫേസിലാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ബോണ്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 2 Cl-Al ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ക്ലോറിൻ ടു Al, അതാണ് ആരോ ഇട്ടത് കണ്ടില്ലേ ഇവിടെ, Cl2Al. ഇതേപോലെ 2 ഡാറ്റോ അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് പ്രസൻ്റ് ആണ്. കാരണം അലൂമിനിയം എന്ന് പറയുന്നത് നമ്മളെ ബോറോണിൻ്റെ പറഞ്ഞ പോലെ, ഡൈബോറൈൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് AlCl3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ 400 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. പക്ഷേ ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിൽ ഇത് മോണോമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് സിംഗിൾ AlCl3 ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക 800 ഡിഗ്രി സെൽഷ്യസിൽ. AlClCl സിംഗിൾ മോളിക്യൂളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൽ അലൂമിനിയം sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതേസമയം ഇവിടെ അലൂമിനിയം എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ബോറോണ് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഗ്രൂപ്പ് 13. ഇനി ഇതിൽ ഗ്രൂപ്പ് 14 ഉണ്ട്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. ഓക്കെ.